മിറൈ സൂപ്പർ യോധ എന്ന് പറയുന്ന തെലുങ്ക് സിനിമയുടെ ഒരു ടീസർ ഇതായി ഇപ്പോൾ റിലീസായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഹനുമാൻ എന്ന് പറയുന്ന സിനിമയുടെ ലീഡ് റോൾ ചെയ്ത തേജ് സാജയാണ് ചിത്രത്തിലെ ലീഡ് റോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർത്തിക് ഘട്ടമണിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരുപാട് സിനിമകൾ ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകളിലെ ക്യാമറാമാനായിരുന്നു ഈ കാർത്തിക് ഘട്ടമണി എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ടർ ഡെബ്യൂട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ചിത്രം എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സൂപ്പർ യോധ എന്ന് കണ്ട സ്ഥിതിക്ക് ഇതൊരു സൂപ്പർ ഹീറോ സിനിമയാണോ അതോ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ സിനിമയാണോ എന്നറിയത്തില്ല. എന്തായാലും ഈ ക്യാമറാമാൻ്റെ മുമ്പത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഒരു ഫിക്ഷണൽ ഫാൻറ്റസി സാധനങ്ങളൊക്കെ ആണ് മെയിനായിട്ട് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കാം എന്ന് നമുക്ക് ഇതിൻ്റെ ഒരു തമ്മിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും എല്ലാ ലാംഗ്വേജിലും ഈ ടീസർ അവൈലബിൾ ആണ്. തമിഴ്, മലയാളം, ഹിന്ദി എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. നമുക്കെന്തായാലും ഒറിജിനൽ കാണണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഒറിജിനൽ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ തന്നെ ഡയലോഗ് ഉണ്ടെങ്കിൽ അത് മനസ്സിലായില്ലെങ്കിലോ എന്നോർത്തിട്ട് നമ്മൾ ഇപ്പോൾ മലയാളത്തിൽ തന്നെയാണ് കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ഹലോ മൈക്ക് ചെക്ക്. അപ്പോൾ നമുക്ക് ടീസറിൻ്റെ റിയാക്ഷനിലേക്ക് കിടക്കാം. ടീസർ റിലീസായിട്ട് ഏതാണ്ട് ഒരു 9 മണിക്കൂറോളം ആയിട്ടുണ്ട്. പീപ്പിൾ മീഡിയ ഫാക്ടറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ടീസർ റിലീസായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിത് കണ്ടതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ലെറ്റ്സ് റിയാക്ട്. ഫീലിങ്സ് ആൻഡ് നൂഡിൽസ്. പീപ്പിൾ മീഡിയ ഫാക്ടറി പ്രൊഡക്ഷൻ കമ്പനിയുടെ മരണഹോമം. അശോകന്റെ സ്വപ്നം ജയറാമേട്ടൻ അവസാനിക്കാൻ പോകുന്നു. ജയറാമേട്ടൻ ന്യൂ ലുക്ക്. കലിയുഗത്തിൽ പിറന്ന ഏത് ശക്തിക്കും വീണ്ടും കലിയുഗമാണല്ലോ, അതിനെ തടയാനാവില്ല. ഓക്കെ, ഇതുപോലെയുള്ള കള്ളി കൊണ്ടാണ് പ്രൊഫസർ അന്ന് ചെറുപ്പത്തിൽ എന്റെ തലക്കടിച്ചത്. Now it's my turn. ഹൗസ് ഓഫ് ഇത് മഹാബീർലാമ വിഷ്വൽസ് എല്ലാം ഭൂമിയിൽ പതിപ്പിക്കാൻ പോകുന്ന കയ്യൊപ്പാണിത്. ഈ ആപത്ത് തടയാൻ വേറെ ഒരു വഴിയുമില്ല. ഡാഡി ഗിരിജ. ഇത്തവണ വഴി ദൈവമല്ല, ധർമ്മത്തിനു വേണ്ടി പോരാടുന്ന ദൈവായുധമാണ് കാണിക്കാൻ പോകുന്നത്. അതാണ് മിറായ് സൂപ്പർ യോധ. ഒരു യോദ്ധാവ് തന്നെയാണ്, പക്ഷെ സ്വന്തം ശക്തി എന്താണെന്ന് അറിയാത്ത യോദ്ധാവ്. വളരെ കഷ്ടമായി. ഉത്തരം നീ എവിടെയും തേടണ്ട, ഉള്ളിൽ തേട്. 9 books, 100 questions. കടന്ന് ജപ്പാൻ വരെ എത്തിയായിരുന്നു. 1 stick. Pick adventure. അതെന്തൊരു കാല്. വിഷ്വൽസ് എന്തൊരു മിന്നായം ഫലമായ ചൈനയാ ജപ്പാനാ. സെപ്റ്റംബർ 5. ഓക്കെ, സെപ്റ്റംബർ 5-നാണ്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ഇത് ജപ്പാനാ ചൈനയാ? ജാപ്പനീസാണോ ചൈനീസാണോ? അവിടെ അതിലുണ്ട്. ടീസറിലെ അനൗൺസ് ചെയ്തു. കൊള്ളാം. 1, 2, 3, 4, 5, 6, 7 ലാംഗ്വേജിൽ. സൂപ്പർ. എന്തായാലും വിഷ്വൽസ് എല്ലാം ഗംഭീരമായിരുന്നു. കാർത്തിക് ഘട്ടമണി ഒരു ക്യാമറാമാനാണെന്നുള്ളത് പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ടറുടെ ഡെബ്യൂട്ടിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ക്യാമറാമാന്മാർ ഡയറക്ടറായിട്ടുള്ളപ്പോഴൊക്കെ ഗംഭീര വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അത് ഒരു കുറവുമില്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. കാരണം നല്ല നല്ല വിഷ്വൽസും നല്ല നല്ല ഷോട്ട്സും നമുക്ക് കാണാൻ സാധിച്ചു. ഇതിൻ്റെ ഒരു കഥാഗതി എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും 9 ബുക്ക്, 100 ചോദ്യം, 1 സ്റ്റിക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ സ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിലനിൽപ്പുണ്ട്. ആ സ്റ്റിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ കൽക്കി എന്ന് പറയുന്ന പ്രഭാസ് നായകനായിട്ടുള്ള കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ ഒരു റെഫറൻസ് പോലെ തോന്നി. റെഫറൻസ് അല്ല, അതിൻ്റെ ഒരു സംഭവമായിട്ട് തോന്നി. ലാസ്റ്റ് കർണൻ്റെ ദണ്ടെടുക്കുന്ന പോലെ
ആ ദണ്ടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവം പോലെ എനിക്ക് തോന്നി. ഇനി ഈ കഥ നടക്കുന്നത്, ഈ മിറായി എന്ന് പറയുന്ന സിനിമയുടെ കഥ നടക്കുന്ന ഒരു ടൈം പീരീഡും നമുക്ക് വ്യക്തമല്ല. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയറാമേട്ടൻ മറ്റൊരു ലുക്കിൽ അത്ഭുതപ്പെടുത്താൻ വേണ്ടി ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതൊരു സർപ്രൈസ് എലമെൻ്റ് ആയിരുന്നു. പ്രതീക്ഷിച്ചില്ല ജയറാമേട്ടൻ ഉണ്ടെന്നുള്ള കാര്യം. എന്നാലും അത് കൊള്ളായിരുന്നു. പിന്നെ ഇവർക്ക് ഈ ഫാൻറ്റസി കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൽ കുറച്ച് കഴിവ് കൂടുതലാണ്. സോ ആ ഫാൻറ്റസി എലമെൻറ്റ്സ് കൂടി ആഡ് ചെയ്ത് വരുമ്പം ഇത് തിയേറ്ററിലൊരു സൂപ്പർ ഫീൽ നൽകുന്ന ഒരു സിനിമയായിരിക്കും. ഹനുമാനും അതുപോലത്തെ ഒരു സിനിമയായിരുന്നു. വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും ഒരു തിയേറ്ററിൽ കാണുമ്പോൾ ഒരു കൊള്ളാം എന്ന് പറയുന്നൊരു രീതിയിൽ അതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ അത്തരത്തിലുള്ളൊരു ഗംഭീര ചിത്രമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ ശ്രീരാമൻ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട് ഈ സിനിമയിൽ. സോ ലാസ്റ്റത്തെ ആ ബാക്ക് ഷോട്ട്, നടന്നു പോകുന്ന കാലിൻ്റെ ഷോട്ട് ശ്രീരാമനായിരുന്നു. അതും പ്രോമിസിങ് ആണ്. ഇനിയിപ്പോൾ കൽക്കിയുടെ കഥ നടന്ന ആ ഒരു മഹാഭാരത യുദ്ധമൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ രാമായണമായിട്ടാണോ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും കുറേ അഡ്വഞ്ചറസ് ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ താണ്ടി പോകുന്ന രീതിയിലുള്ളൊരു സിനിമയാണെന്ന് തോന്നുന്നു. കാരണം പിരമിഡ് നമ്മുടെ ഈജിപ്തൊക്കെ കാണിച്ചിരുന്നു. സോ അത്തരത്തിലുള്ളൊരു സംഭവമായിരിക്കും അതിനകത്തുള്ളത്. എന്തായാലും 5-ാം തീയതി നമുക്കറിയാം. ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെയും പീസ് ഔട്ട്.